മനുഷ്യരായി കാണാൻ, മനുഷ്യന്റെ മഹത്വം മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനുഷ്യന്റെ മഹത്വം ഖുർആനിനെ പോലെ ഉദ്ഘോഷിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം ലോകത്തില്ല എന്നുള്ളതാണ്. വളരെ കൃത്യമായും വ്യക്തമായും മനുഷ്യന്റെ മഹത്വം, അവന്റെ ആത്മീയമായ ഔന്നിത്യം ഖുർആൻ വ്യക്തമാക്കിയിരിക്കാൻ. ഖുർആൻ പറയുമ്പോൾ അത് ആത്മീയമായ ഔന്നിത്യം കൂടിയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ വചനം. അല്ലാഹു പറയാൻ, വലഖദ് കറംനാ ബനീ ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. നിശ്ചയം ആദം സന്തതികളെ നാം ഏറെ ആദരിച്ചിരിക്കുന്നു, നാം ഏറെ ബഹുമാനിച്ചിരിക്കുന്നു. അവനെ കരയിലും കടലിലും നാം വഹിക്കുകയും ചെയ്തിരിക്കുന്നു, അതല്ലെങ്കിൽ വഹിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്. നല്ല ഭക്ഷണപാനീയങ്ങൾ ധാരാളമായിട്ട് അവന് നൽകിയിരിക്കുന്നു. വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. അള്ളാഹ് സൃഷ്ടിച്ച ജീവജാലങ്ങളെക്കാളെല്ലാം, സൃഷ്ടികളെക്കാളെല്ലാം മനുഷ്യനെ അല്ലാഹു തആല ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ ഏറ്റവും ആദരണീയരായ മഹത്വമേറിയ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. കേവലം ഒരു ജീവിയല്ല, കേവലം ഒരു ജന്തുവല്ല മനുഷ്യൻ. അല്ലാഹു തആല ആദരിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്ന സഹോദരങ്ങളെ. എല്ലാ ജീവജാലങ്ങളെക്കാളും മനുഷ്യൻ ആദരിച്ചിരിക്കുന്നു. വിശ്വാസമുള്ള മനുഷ്യൻ എന്നൊന്നുമല്ല, വിശ്വാസമുള്ളവനും ഇല്ലാത്തവനും മനുഷ്യ സമൂഹത്തിൽപ്പെട്ട എല്ലാവരും ഈ ആദരവിന് അർഹരാണ് സഹോദരങ്ങളെ. അതാണ് മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്നത്. ഈ മഹത്വം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ ഒന്നാമതായിട്ട് വേണ്ടത്, അല്ലാഹു പറയാണ് ഖുർആനിൽ, വഇദ ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. അല്ലാഹു മലക്കുകളോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം. നിശ്ചയം ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോവുകയാണ്. അള്ളാഹുവിന്റെ ഖലീഫ, അള്ളാഹുവിന്റെ പ്രതിനിധി, അതാണ് മനുഷ്യൻ. അള്ളാഹ് ആദരിച്ചതിന്റെ ഭാഗമായി മനുഷ്യനെ അള്ളാഹു ഭൂമിയിലെ അവന്റെ ഏക പ്രതിനിധിയായി നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര മനോഹരമായ, എത്ര ചിന്താർഹമായ പ്രയോഗങ്ങളാണ് ഖുർആൻ മനുഷ്യനെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ളത്. വനഫഖ്തു ഫീഹി മിർ റൂഹി, ഖുർആന്റെ ഒരു പ്രയോഗമാണ്. മനുഷ്യനിൽ നിശ്ചയം നാം നമ്മുടെ ചൈതന്യത്തെ ഊതിയിരിക്കുന്നു. അള്ളാഹു പറയാണ്, നാം നമ്മുടെ ചൈതന്യത്തിൽ നിന്ന് മനുഷ്യരിൽ ഊതിയിരിക്കുന്നു. വേറൊരു ജീവിയെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. മനുഷ്യരിൽ അള്ളാഹുവിന്റെ ചൈതന്യത്തിൽ നിന്ന് ഊതിയിരിക്കുന്നു. ഖുർആനിന്റെ പ്രയോഗമാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. ആ അടിസ്ഥാനത്തിലാണ് അള്ളാഹു തആല മനുഷ്യരുടെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കാൻ അള്ളാഹുവിന്റെ സമീപസ്ഥരായ മലക്കുകളോട് പോലും പറഞ്ഞത്. മനുഷ്യന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കാൻ പറയാണ് അള്ളാഹു. وإذا قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين. നാം പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം. മലക്കുകളോട് മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ നമിക്കുവീൻ, നിങ്ങൾ സാഷ്ടാംഗം നമിക്കുവീൻ എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം. അള്ളാഹുവിന്റെ സമീപസ്ഥരായ മലക്കുകളോട് മനുഷ്യന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുവാൻ പറയുകയാണ്. മലക്കുകളെല്ലാം സാഷ്ടാംഗം നമിച്ചു. ഇബ്ലീസ് മാത്രം, മലക്കുകളുടെ ഗുരുനാഥനായ ഇബ്ലീസ് മാത്രം സാഷ്ടാംഗം നമിച്ചില്ല. ആ ഒരൊറ്റ കാരണത്താൽ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസ് വിസമ്മതിച്ചു, ഇബ്ലീസ് അഹങ്കാരിയായി, ഇബ്ലീസ് നിഷേധികളിൽ പെട്ടുപോവുകയും ചെയ്തു. അല്ലാഹുവും ഇബ്ലീസും തമ്മിലുള്ള പിണക്കം, അല്ലാഹുവും ഇബ്ലീസും തമ്മിലുള്ള വിരോധത്തിന്റെ തുടക്കം സഹോദരങ്ങളെ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, മലക്കുകളോടെല്ലാം അല്ലാഹു മനുഷ്യന്റെ മുമ്പിൽ നമിക്കുവാൻ, സാഷ്ടാംഗം ചെയ്യാൻ പറഞ്ഞപ്പോഴും ഇബ്ലീസ് അതിന് തയ്യാറായില്ല. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ജിന്നുവർഗത്തിൽപ്പെട്ടയാളായിരുന്നു ഇബ്ലീസ്. പക്ഷേ എന്നാലും മലക്കുകളുടെ കൂടെ ഉണ്ടായിരുന്നു. നമിക്കാൻ ഇബ്ലീസ് തയ്യാറായില്ല, മനുഷ്യനെ സാഷ്ടാംഗം ചെയ്യാൻ ഇബ്ലീസ് തയ്യാറായില്ല. അതിന്റെ പേരിലാണ് ഇബ്ലീസ് അഹങ്കാരിയാണ്, നിഷേധികളിൽ പെട്ടുപോയി എന്നെല്ലാം ഖുർആൻ പറഞ്ഞത്. അല്ലാഹു പറഞ്ഞു, സഹോദരങ്ങളെ, സഹോദരിമാരെ, മനുഷ്യന്റെ മഹത്വം ഇതാണ്.